ഹലോ, ഇന്നൊരു മീൻകറി റെസിപ്പിയാണ്. ഇപ്പോൾ കുറച്ച് അയലമീൻ കിട്ടിയിട്ടുണ്ട്. എന്നും മുളക് കറിയും തേങ്ങാക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചൂടാക്കിയിട്ട് കറി വെക്കാമെന്ന്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ തിരുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ നല്ല രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നല്ല രീതിയിൽ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് അതിലേക്ക് തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയ ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ ചൂടൊന്നുമില്ല. എന്നിട്ടത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഞാനത് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കലർത്തി വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കേട്ടോ അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി കലർത്താം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വാളംപുളിയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ചിലരൊക്കെ മീനും കൂടി കലർത്തിയിട്ട് കറി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ സാധാരണയായിട്ട് കറി തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണം കുറച്ചേ ഉള്ളൂ. ഇവിടെ കൂടുതലായിട്ടും കറി കൂട്ടുന്നത് കുറവാണ്. ഫ്രൈ ചെയ്യുന്ന മീനാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടേ കറി വയ്ക്കാറുള്ളൂ. അപ്പം നമുക്ക് നല്ല രീതിയിൽ അടച്ച് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ തേങ്ങാക്കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. എങ്കിലും നല്ല ടേസ്റ്റാണ്.